വെളിച്ചപ്പാടിന് അല്പം വൈകിയല്ലേ? ഇവളെയും കൊണ്ട് ഓരോ വീട്ടിലും കേറി ഇറങ്ങി നേരിട്ട് കറണ്ട് കൊടുക്കല്ലേ. വെളിച്ചപ്പാട് പാലില് വെള്ളം ചേർത്തൊന്നും ആരും പരാതി പറയാൻ പാടില്ല. എന്നാ പിന്നെ ഉള്ള സമയം കളയണ്ട, വേഗം ആയിക്കോട്ടെ. അങ്ങനെ അങ്ങോട്ട് കറക്കാൻ പറ്റുമോ സരോജനമ്മേ? ഇനി കാമധേനായിട്ടുള്ള കറക്കൊക്കെ നിർത്തിക്കോളി. പട്ടാളം ഇറങ്ങാൻ പോണ പട്ടാളോ. മൂന്ന് പേരും മുക്കിയിട്ട് വണ്ടി നീങ്ങണില്ലടാ. അഞ്ഞ് തള്ളു. ഇതുപോലെ അങ്ങോട്ട് തള്ളി സെക്കൻഡ് ഗിയറിലോട്ട് തട്ടിയാൽ വണ്ടി സ്റ്റാർട്ട് ആവും. കൊറേ നേരമായിട്ട് തള്ളുന്നതല്ലാതെ വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ലല്ലോ. ഇതും ഡ്രൈവിംഗ് പാഠത്തിലുള്ളതാ. ഇനി വണ്ടി അധികം തള്ളണ്ടി വരില്ല ഗോപാലജി. അതെന്താ പിലാക്കണ്ടി? ബംഗ്ലാവൂന്നിൽ പട്ടാളം ഇറങ്ങാൻ പോവാ. എക്സ് അല്ല, ഒറിജിനൽ. നീ നേരെ കൃഷ്ണ, ഇത് പുലിവാലാവട്ടെ അംസക്ക. നമ്മളും അത് തന്നെയാണ് ആലോചിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചിട്ടിരുന്നോളി, അപ്പോഴേക്കും പട്ടാളെത്തും. തലപ്പാറച്ചേരിയിൽ എന്തോ കുഴപ്പം ഉണ്ടായിച്ചിട്ട് പൊന്നാരി മംഗലത്തെ പട്ടാളം ഇറങ്ങണം എന്തിനാണ് എനിക്ക് മനസ്സിലാവാത്തത്. അവിടത്തെ കുഴപ്പം കൊണ്ടല്ല ഇവിടെ പട്ടാളത്തെ ഇറക്കണത്. നാട്ടിൽ എവിടെ കുഴപ്പമുണ്ടായാലും ഇറക്കാനാ. നമ്മുടെ കാലക്കേടിന് സർക്കാരിന്റെ കുറച്ച് ഒഴിഞ്ഞ സ്ഥലം ഈ പൊന്നാരി മംഗലത്തായിപ്പോയി. മാത്രല്ല ബംഗ്ലാവ് കുന്നിൽ വാച്ച് ടവർ കെട്ടി നോക്കിയാ അവർക്ക് ആ ചേരി കാണും ചെയ്യാ. അതിന് പഞ്ചായത്ത് സമ്മതിച്ചോ? സർക്കാർ സ്ഥലം വിട്ടുകൊടുക്കുന്നതിന് പഞ്ചായത്ത് എന്തിനറിയണേ? ഞാൻ തന്നെ വിവരം അറിയണേ ഞങ്ങളുടെ ലീഡറെ വീട്ടിൽ നിന്നാ. നമ്മുടെ പോലീസുകാരും നാട്ടുകാരും തല്ലല്ലേ ഈ പ്രതിപക്ഷത്തിന് കുഴപ്പമുള്ളൂ. പട്ടാളം വന്ന് തല്ലിയെ കൊല്ലിയെ ചെയ്താല് ഇവർക്ക് ഒരു കുഴപ്പമില്ലല്ലോ എന്നാണ് പൈശാചികവും മൃഗീയവുമായി മുഖ്യം വിളമ്പിയത്. ചതിച്ചൂലോ എന്റെ ഭഗവതി. പട്ടാളം ഇറങ്ങിയാ പിന്നെ ഇവിടെ പെൺകുട്ടികൾക്ക് വഴി നടക്കാൻ പറ്റുമോ? വായിച്ചിട്ടില്ലേ പേപ്പറില് പട്ടാളം അവിടെ ബലാത്സംഗം ചെയ്തു, ഇവിടെ ബലാത്സംഗം ചെയ്തു എന്നൊക്കെ. ഇങ്ങനൊരു അപകടത്തെ പറ്റി നിങ്ങൾ വെളിച്ചപ്പെട്ടപ്പോഴൊന്നും പറഞ്ഞില്ലല്ലോ. വെളിച്ചപ്പാട് വേണ്ട സഖാവേ, ഭഗവതി കളിയാക്കണ്ട. ഈ ഗുളിക പണിക്കൊരു പ്രശ്നം വെച്ചപ്പോഴേ പറഞ്ഞതല്ലേ ഈ നാട്ടിൽ എന്തൊക്കെയോ അനർത്ഥങ്ങൾ ഉണ്ടാവൂന്ന്. എന്നിട്ട് ഭഗവതിക്ക് വല്ല പരിഹാരം ചെയ്തോ? ഇല്ല. വരണതൊക്കെ അനുഭവിക്കന്നെ. ഇതിന്റെ പുറത്തേക്ക് ഇറങ്ങിയുള്ള കച്ചവടം കിച്ചോടൊന്നും വേണ്ട വിവാത്തു. ഇവിടെ പട്ടാളം ഇറങ്ങാൻ പോണ്ടെന്ന്. എന്തിന്റെ പുകയിലിപ്പൊ പട്ടാളം ഇറങ്ങാനും വേണ്ടി? പൊയ്ക്കോ. നിങ്ങൾ അങ്ങനെ പേടിക്കാൻ മാത്രം ആളെ പിടിച്ച് വിഴുങ്ങൊന്നുമില്ല പട്ടാളം. ഞാൻ പണ്ട് ഡെറാഡൂണിലായിരുന്നപ്പോ പൊന്നാര് നാരായണ നിങ്ങൾ പോയി കടന്നോളിട്ടോ. ഇവിടുന്ന് ആള് കയ്യിൽ നിന്ന് പോയി ഡെറാഡൂണിൽ എത്തിക്കുന്നു. കയറിൽ പിടിമുറുക്കി വലത് കാൽ ഉയർത്തി ഇടതുകാലിൽ ഊന്നി വലത് കാലെടുത്ത് പുറത്തമർത്തി വലത് കാൽ പെരുവിരലിലൂന്നി കശേരുക്കളെ തഴുകിയാവോ. ഇന്ന് ഏത് ഞരമ്പും പിണച്ചോണ്ടാണാവോ നിന്റെ അച്ഛൻ വരുന്നത്. സായിപ്പിനി മദാമിയും പിഴിയാൻ കിട്ടുന്നില്ലെന്ന് വെച്ച് തിരുമാരുടെ കൂലി മുതലാക്കാൻ അച്ഛൻ തന്നെ എണ്ണ പതിൽ കിടക്കേണ്ട വല്ല കാര്യമുണ്ടോ? ബഹുമാന്യരെ, ഞാൻ എന്ന വനിത തന്നെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഈ പൊന്നാരി മംഗലം പഞ്ചായത്തിൽ സ്ത്രീകൾ ഏറ്റവും ഭയക്കുന്ന വീരന്മാരായ പട്ടാളക്കാർക്ക് ക്യാമ്പിന് സർക്കാർ സ്ഥലം വിട്ടുകൊടുത്തതിന്റെ ഉദ്ദേശശുദ്ധിയാണ് എനിക്ക് മനസ്സിലാകാത്തത്. പ്രിയമുള്ളവരെ, സുലോചന ഇപ്പൊ നിന്റെ ഭാര്യ മാത്രമല്ല, പിന്നെ ഈ പഞ്ചായത്തിന്റെയും പാർട്ടിയുടെയും ചെയർപേഴ്സണാ. വീട്ടുകാരെ മാത്രമല്ല, ഒരു പൊതുപ്രവർത്തകനുള്ള ഓർമ്മ വേണം. പിന്നെ ഇന്ത്യൻ നീ വൈകിട്ട് വീട്ടിലേക്ക് വാടി. നിനക്ക് സ്വീകരണം അവിടെ തരാം. അയ്യോ, ഈ തർക്കം തീർക്കാൻ പട്ടാളം തന്നെ ഇറങ്ങണം. പട്ടാളത്തിനെതിരെ പോരിനിറങ്ങിയിരിക്കുന്ന പൊന്നാരി മംഗലം നിവാസികളെ, സബ് ലോഗോം കോ നമസ്കാർ. പട്ടാളം കോ ക്യാ മുസ്കിൽ ഹേ. നാടും വീടും ഉപേക്ഷിച്ച് രാജ്യം കാക്കാൻ വെയിലത്തും മഴയത്തും തണുപ്പത്തും ജീവിതം ഹോമിക്കാൻ വിധിക്കപ്പെട്ട ഞങ്ങളെ നിങ്ങൾ സഹായിക്കല്ലേ വേണ്ടത് എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഗൾഫ് യുദ്ധത്തിൽ പോലും അമേരിക്കൻ പട്ടാളക്കാർക്ക് ഭാര്യമാരെ വരെ വിമാനത്തിൽ ഇറക്കി കൊടുത്തില്ലേ? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പണ്ട് ഞാൻ ഡെറാഡൂണിലായിരുന്നപ്പോ നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ഡെറാഡൂൺ എന്ന് പറയരുതെന്ന്. പോരാത്തതിന് പട്ടാളത്തിനൊരു വക്കാലത്ത്. പിന്നെ ഡെറാഡൂൺ അല്ലാതെ കോയമ്പത്തൂർ എന്ന് പറയാൻ പറ്റൂ? ഇയാൾ എന്താ പറയണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സുഹൃത്തുക്കളെ. പട്ടാളം പൊന്നാരി മംഗലം വിട്ടു പോവുക. ക്വിറ്റ് ഇന്ത്യ, ക്വിറ്റ് ഇന്ത്യ. ഈ പൊന്നാരി മംഗലത്തെ ഓരോ മണൽ തരി പോലും പട്ടാള വരവ് തടയുവാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് നാട്ടുകാരെ.
എന്നിട്ടും പട്ടാളമുടെ തമ്പടിക്കാൻ മുതിർന്നാൽ നമ്മുടെയൊക്കെ ശവങ്ങളിൽ ചവിട്ടിയിട്ട് വേണം അവർക്ക് ഈ മണ്ണിൽ കാലുകുത്താൻ എന്നിതാ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഓരോ പുൽക്കൊടിയിലും ഓലത്തും ആരും ഓടരുത്. ആരും ഓടരുത്. ശാന്തരാവുക. ആരും ഓടരുത്. കൂടുതൽ ഓടരുത്. 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 फौजी में था क्या? जी साहब. आप कर क्या? नीचे उतरो. ഇതാ എത്തിക്കഴിഞ്ഞു നാട്ടുകാരെ. പൊന്നാരി മംഗലത്തെ കാക്കാൻ ജവാന്മാരിങ് എത്തിക്കഴിഞ്ഞു. അനുമോദിക്കുക, ആശീർവദിക്കുക, പൂച്ചുണ്ടുകൾ അർപ്പിക്കുക. അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ, പട്ടാളക്കാർക്ക് അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ. എന്താണ് പഹന്മാരെ കാലിന്റെ ശക്തി ഇല്ലേ? ഇമാര് നാല് നടത്താൻ നടന്നാൽ മതി നാട് കുട്ടിച്ചോറാവാൻ. അമ്മേ ഭഗവതി. കുഞ്ഞാമന ആന്റി കുഞ്ഞുമാഷി കാണാൻ ഞാൻ നന്നായി. കഴിഞ്ഞ പ്രാവശ്യം നിനക്ക് അവിടുത്തെ പട്ടിയുടെ കടി കിട്ടിയില്ലേ? ആ അത് ചേച്ചീനെ ഒറ്റയ്ക്കാക്കി ഓടിയിട്ടല്ലേ? ചേച്ചിയുടെ പട്ടാളം തന്നെ